നമസ്കാരം, ഞാൻ ഡോക്ടർ ജിതിൻ ജോർജ്, തൊടുപുഴ ചാരികാട്ട് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അപസ്മാരം അഥവാ എപ്പിലെപ്സിയെക്കുറിച്ചാണ്. ഒരു തവണ മാത്രം ഫിറ്റ്സ് വന്ന രോഗിയെ നമ്മൾ അപസ്മാര രോഗിയായി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു തവണ മാത്രം ഫിറ്റ്സ് വരികയും പിന്നീട് ഫിറ്റ്സ് വരാൻ ചാൻസ് ഉള്ള ആളെയുമാണ് നമ്മൾ അപസ്മാര രോഗിയായി കൺസിഡർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒന്നുകിൽ അവരുടെ EEGയിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ ഒന്നിലധികം തവണ അപസ്മാരം പിന്നെയും വരിക, അഥവാ തലച്ചോറിലെ MRI സ്കാനിലോ CT സ്കാനിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക. അങ്ങനെയുള്ള ആൾക്കാർക്ക് പിന്നീട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ അപസ്മാര രോഗികളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപസ്മാര രോഗികൾ അപസ്മാരം വരുന്ന സമയത്ത് മാത്രമാണ് അവർക്ക് രോഗമുള്ളത്. ബാക്കിയുള്ള സമയത്ത് അവർ കംപ്ലീറ്റ്ലി നോർമലാണ്. എക്സെപ്ഷൻസ് ഉണ്ട്. സെറിബ്രൽ പാൾസി ഉള്ള കുട്ടികൾ, അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ നമുക്ക് എക്സെപ്ഷൻസ് ഉണ്ടാകാറുണ്ട്. അഥവാ സാധാരണ എല്ലാ അപസ്മാര രോഗികളും അപസ്മാരം വരുന്ന സമയത്ത് മാത്രമാണ് അവർക്ക് രോഗമുള്ളത്. അപ്പോൾ അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന പ്രവണത നമ്മൾ മാറ്റേണ്ടതാണ്. സമൂഹത്തിൽ അവരെ സ്കൂളുകളിലോട്ട് എഡ്യൂക്കേഷന് വേണ്ടി വിടാതിരിക്കുക, അതുപോലെ അവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാതിരിക്കുക, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇവർക്ക് ബാധരോഗമാണ്, അവർക്ക് എന്തെങ്കിലും പിശാച് കയറിയിട്ടുള്ളതാണ്, ഇങ്ങനത്തെ ചില ഒരു സംസാരങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോഴല്ല, പണ്ട് കൂടുതലായിട്ടും ഉണ്ടായിരുന്നു. അത് നമ്മളൊന്ന് മാറ്റേണ്ട ഒരു ആവശ്യമുണ്ട്. അവരെ സമൂഹത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ മാറ്റി നിർത്തേണ്ട ആവശ്യം ഇല്ല. പിന്നെ അപസ്മാരം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഫോക്കൽ സീഷർ എന്ന് പറയും, പിന്നെ ഒന്ന് ജനറലൈസ്ഡ് സീഷർ എന്ന് പറയും. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന രണ്ട് കൈയും കാലും വിറച്ച് വരുന്നു, വായിക്കൂടെ നുരയും പതയും വരുന്നു, ആൾക്ക് ബോധം പോകുന്നു, നാക്ക് കടിക്കുന്നു, മൂത്രം പോകുന്നു, ഇത് സാധാരണ ജനറലൈസ്ഡ് സീഷറാണ്. ഇനി ഫോക്കൽ സീഷറിനെ നമ്മൾ ഒത്തിരി പേര് അപസ്മാരമാണെന്ന് തിരിച്ചുപോലും അറിയുന്നില്ല, വിട്ടുപോകുന്നുണ്ട്. ഫോക്കൽ സീഷറിനകത്ത് നമുക്ക് ചിലപ്പം ജസ്റ്റ് തല ഒരു സൈഡിലോട്ട് തിരിച്ച് നോക്കിക്കൊണ്ടിരിക്കുക, കണ്ണ് ഒരു സൈഡിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് സ്റ്റക്കായിരുന്നു പോവുക, ഇങ്ങനെ പല രീതികളിൽ നമുക്ക് സീഷർ വരാവുന്നതാണ്. ആബ്സെൻറ്റ് സീഷർ എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഉണ്ട്. അതിനകത്ത് ജസ്റ്റ് ആൾ സ്വപ്നം കണ്ടിരിക്കുന്ന പോലെ മാത്രം ഉണ്ടാവത്തുള്ളൂ, അല്ലെങ്കിൽ കണ്ണ് ചിലപ്പം ചിമ്മുന്ന പോലെ മാത്രം ഉണ്ടാകുന്ന സീഷറുകളുണ്ട്. നമുക്ക് ഇങ്ങനെ പല ലക്ഷണങ്ങൾ കൊണ്ട് സീഷർ വരാം. ഇതിൽ ഫോക്കൽ സീഷർ എന്ന് പറയുന്ന സീഷറുള്ള ആൾക്കാരിൽ നമുക്ക് ഓറ കാണാം. ഓറ എന്ന് പറഞ്ഞാൽ ഫിറ്റ്സ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അറിയാൻ പറ്റും വരാൻ പോവുകയാണെന്ന്. ഒന്നെങ്കിൽ വയറ്റിൽ നിന്ന് എന്തെങ്കിലും കയറി വരുന്ന പോലെ തോന്നുക, അതിന് എപ്പിഗ്യാസ്ട്രിക് ഓറ എന്ന് പറയും. ഗ്യാസ് വരുന്ന പോലെ തോന്നുക, അല്ലെങ്കിൽ എന്തോ തീട്ട് കയറി വരുന്നു എന്ന് പറയുന്ന ആൾ തൊട്ട് പുറകെ ആൾ മറിഞ്ഞു വീഴുന്നു. രണ്ടാമത്തെ തല കറങ്ങുക എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളും കറങ്ങുന്ന പോലെ തോന്നും. അതിൻ്റെ പേരാണ് വെർട്ടിജിനസ് ഓറ എന്ന് പറയുന്നത്. ഈ വെർട്ടിജിനസ് ഓറയും ഈ എപ്പിഗ്യാസ്ട്രിക് ഓറയൊക്കെ ടെമ്പറൽ ലോബ് എന്ന് പറഞ്ഞ തലച്ചോറിൻ്റെ ഒരു ഭാഗത്തിൽ നിന്നും മാത്രം വരുന്ന സീഷറുകളിലാണ് സാധാരണ കാണുന്നത്. അപ്പോൾ അതിനകത്തുള്ളതാണ് ഓറ എന്ന് പറഞ്ഞ കാര്യം. ഇനി അപസ്മാരം വന്ന രോഗിക്ക് നമ്മൾ എങ്ങനെയാണ് അപസ്മാരം ഉണ്ടോ എന്നോ കൺഫേം ചെയ്യുന്നതെന്ന് വെച്ചാൽ EEG എന്ന് പറയും, ഇലക്ട്രോ എൻസെഫലോഗ്രാം. അത് വെച്ചാണ് കൺഫേം ചെയ്യുന്നത്. EEG അബ്നോർമൽ ആയിട്ടുള്ള എല്ലാവർക്കും MRI എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കതിൽ ജനറലൈസ്ഡ് സീഷർ ആണോ ഫോക്കൽ സീഷർ ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ തലയുടെ സ്കാൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം മരുന്നുകൾ നമ്മൾ നിർത്താതെ കഴിക്കാൻ പറയുന്നു. അത് എത്ര കാലം കഴിക്കണം എന്ന് പറയുന്നത് ഓരോ ആളുടെ ടൈപ്പ് ഓഫ് എപ്പിലെപ്സി വെച്ചാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എപ്പിലെപ്സീസ് ഉണ്ട്. അതിൽ ഏത് ടൈപ്പ് വെച്ചാണ് നമ്മൾ എത്ര കാലം മരുന്ന് കഴിക്കണം, ഇനി മരുന്ന് ജീവിതകാലം മൊത്തം വേണ്ടോ എന്നുള്ളതൊക്കെ പറയുന്നത്. ജീവിതകാലം മൊത്തം മരുന്ന് കഴിക്കണമെന്ന് എല്ലാ ഫിറ്റ്സിനും നിർബന്ധമില്ല. സാധാരണ എല്ലാവരോടും നമ്മൾ പറയുന്നത് 2 വർഷത്തേക്ക് മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ ഫിറ്റ്സ് ഒന്നും വന്നില്ലെങ്കിൽ ഒന്നോടെ EEG എടുത്ത് നോക്കുക. നിങ്ങളുടെ തലയുടെ സ്കാൻ നോർമൽ ആണെങ്കിൽ അന്നേരം നമ്മൾ മരുന്ന് ടേപ്പർ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. പിന്നെ മരുന്ന് കഴിക്കുന്ന ആൾക്കാർ മരുന്ന് മാത്രം കഴിച്ചാലും പോരാ, നമുക്ക് ഉറക്കം ഒരിക്കലും കുറയാൻ പാടില്ല. സ്ലീപ്പ് ഡിപ്രൈവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപസ്മാരം വരാനുള്ള ചാൻസുകൾ ഭയങ്കര കൂടുതലാണ്. പിന്നെ അപസ്മാരമുള്ള ഒരു രോഗി അപസ്മാരം ഉണ്ടാകുന്ന കണ്ടാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യത്തെ കാര്യം അവർക്ക് അപകടം ഉണ്ടാകാൻ ചാൻസ് ഉള്ള സ്ഥലത്ത് നിന്ന് അവരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് തീ ഉള്ള സ്ഥലത്തോ തീപിടുത്തം ഉണ്ടാകുന്ന സ്ഥലത്തൊന്നും ഇവർ ഒരിക്കലും നിർത്തരുത്. വെള്ളച്ചാട്ടത്തിന് മുകളിൽ അവരെ നിർത്തരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു അപസ്മാരം ഉണ്ടായി അവർ തീയിലോട്ട് മറിഞ്ഞു വീഴാനും വെള്ളച്ചാട്ടത്തിലോട്ട് മറിഞ്ഞു വീണ് അവർക്ക് അപകടം പറ്റാനും ചാൻസുകളുണ്ട്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പെട്ടെന്ന് ആളെ ഒരു സേഫായ സ്ഥലത്തോട്ട് മാറ്റിയിട്ട് ഒരു സൈഡിലോട്ട് ചെരിച്ച് കിടത്താൻ പറയുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ വായിലെ സലൈവ ഉമിനീര് നമുക്കത് ശ്വാസകോശത്തിലോട്ട് പോയി ന്യൂമോണിയ ഉണ്ടാകാനുള്ള ചാൻസുകളുണ്ട്. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. സോ മരുന്ന് കഴിക്കേണ്ട പ്രവണത, മരുന്ന് നിർത്താനുള്ള പ്രവണത ചില പേഷ്യൻസിന് സാധാരണയായി കാണുന്നു. അവർ തന്നെ മരുന്ന് കുറയ്ക്കുക, തന്നെ നിർത്തുക, അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പിന്നെ നമ്മൾ അപസ്മാരമുള്ള രോഗികൾ കഴിക്കുന്ന ചില മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മൾ ലിവറിൻ്റെ ടെസ്റ്റുകൾ നോക്കണം, സോഡിയത്തിൻ്റെ ലെവൽ ഇടയ്ക്ക് നോക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ ആ മരുന്നിൻ്റെ ലെവൽ നമ്മുടെ ബോഡിയിൽ എന്തോരം ഉണ്ട് എന്ന് നോക്കേണ്ട ആവശ്യകതയൊക്കെ ഉണ്ട്. സോ ഇതൊക്കെ കൃത്യമായി നോക്കി മരുന്ന് കഴിച്ചാൽ അപസ്മാരം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയാണ്. ഇനി എങ്ങാനും കൺട്രോൾ ആയില്ലെങ്കിൽ പോലും തലച്ചോറ് ലീഷൻസ് ഉള്ള ചില ആൾക്കാർക്ക് നമുക്ക് സർജിക്കൽ ഓപ്ഷൻസും ഉണ്ട്.
ഇനി സർജറി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കാണെങ്കിൽ വേഗൽ നെർവ് സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.